നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ഓടയിൽ കാൽ കുടുങ്ങി കരുനാഗപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആലങ്കടവ് സ്വദേശി സജീവനാണ് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ഓണത്തിന് പൂക്കളമൊരുക്കാൻ പൂക്കൃഷിക്ക് തുടക്കം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ മഹാത്മാ കുടുംബശ്രീയാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. അത്തത്തിന് പൂക്കൾ വിപണിയിൽ എത്തിക്കാനാണ് ശ്രമം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. ക്ഷയരോഗികൾക്ക് തുടർച്ചയായി 6 മാസം പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. വിശദമായ വാർത്തകളിലേക്ക്. ഓടയിൽ കാൽ കുടുങ്ങി കരുനാഗപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആലങ്കടവ് സ്വദേശി സജീവനാണ് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ഓടയുടെ സ്ലാബിനിടയിൽ കാൽ കുരുങ്ങിയാണ് പരിക്കേറ്റത്. ഓടയുടെ സ്ലാബിനിടയിൽ കാൽ കുരുങ്ങിയാണ് യാത്രക്കാരന് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ആര്യാട് പഞ്ചായത്തിലെ 8-ാം വാർഡിലെ സർഗ ജംഗ്ഷനിൽ കഴിഞ്ഞ രാത്രിയാണ് സംഭവമുണ്ടായത്. കരുനാഗപ്പള്ളി ആലിൻകടവ് കുന്നേൽ കിഴക്കതിൽ 46-കാരനായ സജീവനാണ് പരിക്കേറ്റത്. റോഡരികിലെ സ്ലാബിനിടയിലൂടെ കാൽ തെന്നി ഓടയിലേക്ക് പോവുകയായിരുന്നു. ആലപ്പുഴയിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. പിന്നീട് ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണത്തിൽ ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സമൃദ്ധമാക്കുകയാണ് പന്മന ബാലഭട്ടാരക വിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നൂൺ മീൽ കമ്മിറ്റി. കൊഴുപ്പുകളും കൊളസ്ട്രോളും കുറവായ ചക്കയിൽ പ്രോട്ടീൻ, ഫൈബർ, വിറ്റാമിനുകൾ, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക് എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ചക്കയുടെ ഈ പോഷക സമൃദ്ധിയാണ് ഉച്ചഭക്ഷണത്തിൽ ചക്ക വിഭവങ്ങൾ ഉൾപ്പെടുത്താൻ നൂൺ മീൽ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത്. സ്കൂളിലെ ഉച്ചഭക്ഷണ മെനുവിലാണ് നമ്മുടെ നാട്ടിൽ സമൃദ്ധമായ ചക്കയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചക്കപ്പുഴക്ക്, ചക്ക എരിശ്ശേരി, ചക്കത്തോരൻ, ചക്കക്കുരുക്കറി എന്നീ വിഭവങ്ങളാണ് നിലവിൽ സ്കൂളിലെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആഴ്ചയിൽ 2 ദിവസമാണ് ചക്ക വിഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും എല്ലുകളുടെ ആരോഗ്യത്തിനും ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനുമെല്ലാം ചക്ക സഹായകരമാണ്. ചക്ക കഴിക്കുന്നതിലൂടെ ഹൃദ്രോഗ സാധ്യതയെ അകറ്റി നിർത്താൻ കഴിയും. ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാണ് നൂൺ മീൽ കമ്മിറ്റി ചക്ക വിഭവങ്ങൾ സ്കൂളിലെ ഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയത്. അധ്യാപകരും PTA, SMC അംഗങ്ങളുമൊക്കെ ചേർന്നാണ് ചക്ക സ്കൂളിൽ എത്തിക്കുന്നത്. കറികൾ തയ്യാറാക്കാനും ഇവരുടെ സഹായമുണ്ട്. പ്രഥമ അധ്യാപിക ഉൾപ്പെടെയുള്ളവർ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. പഴുത്ത ചക്കയുടെ ലഭ്യത അനുസരിച്ച് ചക്ക പ്രഥമൻ തയ്യാറാക്കി വിദ്യാർത്ഥികൾക്ക് നൽകാൻ ഒരുങ്ങുകയാണ് സ്കൂൾ നൂൺ മീൽ കമ്മിറ്റി. ഞങ്ങളുടെ ഈ സ്കൂളിൽ 2 വർഷത്തോളമായി ഞങ്ങൾ സായാഹ്ന ഭക്ഷണ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. ഈ ആവിയിൽ പുഴുങ്ങിയ നാടൻ പലഹാരങ്ങളോട് കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ഈ അധ്യയന വർഷവും നമ്മൾ ഇന്ന് 3 മണിക്ക് അത് ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം മുതൽ പ്രഭാത ഭക്ഷണ പരിപാടിയും ആരംഭിച്ചു. ധാരാളം കുട്ടികൾ രാവിലെ ഭക്ഷണം കഴിക്കാതെയാണ് സ്കൂളിൽ എത്തുന്നതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ പദ്ധതി നമ്മൾ നടപ്പിലാക്കിയത്. അപ്പോൾ ഈ അധ്യയന വർഷം നമുക്കറിയാം, ചക്കയെന്ന് പറയുമ്പോൾ വളരെയധികം പോഷക ഗുണമുള്ള ഒരു ഫലമാണ്. അത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനായാലും അതുപോലെ തന്നെ ദഹന പ്രക്രിയയെ സഹായിക്കുന്ന നാരുകൾ ധാരാളമായി അടങ്ങിയ ഒരു വിഭവമാണ്. പ്രഥമാധ്യാപിക R. ഗംഗാദേവി, PTA പ്രസിഡന്റ് അജിയം, വൈസ് പ്രസിഡന്റ് ആനന്ദകുമാർ, SMC ചെയർമാൻ പന്മന മഞ്ചേഷ്, നൂൺ മീൽ ടീച്ചർ കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ എന്നിവരടങ്ങുന്ന സംഘമാണ് നൂൺ മീൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. ഇവർക്കൊപ്പം മദർ PTA അംഗങ്ങളും സജീവമായി രംഗത്തുണ്ട്. ഇവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി ചവറ ഉപജില്ലാ നൂൺ മീൽ ഓഫീസർ K. ഗോപകുമാറും സജീവമാണ്. എന്തായാലും ചക്ക വിഭവങ്ങൾ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഈ അധ്യയന വർഷം നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം ചക്ക കൊണ്ടുള്ള വിഭവങ്ങൾ കൂടി കുട്ടികൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ PTA-യും SMC-യും അതുപോലെ തന്നെ ടീച്ചേഴ്സും നമ്മുടെ ഓഫീസ് സ്റ്റാഫും ഒക്കെ ചക്ക കളക്ട് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പലതരത്തിലുള്ള വിഭവങ്ങളാണ് നമ്മൾ ഉച്ചഭക്ഷണത്തോടൊപ്പം കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ ഈ അധ്യയന വർഷം പ്രഭാത ഭക്ഷണവും അതുപോലെ തന്നെ സായാഹ്ന ഭക്ഷണവും
നമ്മൾ കുട്ടികൾക്ക് നൽകാനാണ്. ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഫ്രൈഡ് റൈസ് കുട്ടികൾക്ക് നൽകുന്നുണ്ട്. മില്ലറ്റ് കൊണ്ടുള്ള വിഭവങ്ങളും നമ്മൾ ഈ കുട്ടികൾക്ക് നൽകി വരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓണത്തിന് പൂക്കളമൊരുക്കാൻ പൂച്ചെടികൾ നട്ട് കുടുംബശ്രീ പ്രവർത്തകർ. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ മഹാത്മാ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ചെടികൾ നട്ടത്. അത്തത്തിന് വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇവരുടേത്. ഓണത്തിന് പൂക്കളമൊരുക്കുക എന്ന ലക്ഷ്യവുമായാണ് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂച്ചെടികൾ നട്ടത്. അഞ്ചൽ 15-ാം വാർഡ് മഹാത്മാ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് ഓണത്തിന് വിളവെടുപ്പ് ലക്ഷ്യമിട്ട് കൃഷി ആരംഭിച്ചത്. അഞ്ചൽ കൃഷിഭവൻ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ ജില്ലാ മിഷൻ എന്നിവരുടെ സഹകരണത്തോടു കൂടിയാണ് കുടുംബശ്രീ പ്രവർത്തകർ പൂക്കളമൊരുക്കാനുള്ള കൃഷിക്ക് തുടക്കം കുറിച്ചത്. പൂക്കളമൊരുക്കാൻ ഇതര സംസ്ഥാനങ്ങളിലെ പൂവിനെ പൂർണ്ണമായും ആശ്രയിക്കാതെ സ്വന്തം മണ്ണിൽ കൃഷി ചെയ്ത് വിളവെടുക്കുന്ന പൂവുകൾ കൊണ്ട് ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങളിലും വീടുകളിലും പൂക്കളമൊരുക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. ചെടികളുടെ നടീലുദ്ഘാടനം അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് നിർവഹിച്ചു. കുടുംബശ്രീ നിറം പൊലിമ നാടിൻ്റെ പൊലിമ എന്നുള്ള പരിപാടിയുടെ ഉദ്ഘാടനമാണ്, പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 22, 23 വർഷവും 24 വർഷവും അതുപോലെ തന്നെ 25, 26 വർഷത്തിലേക്കാണ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നും അവിടുന്ന് ഒക്കെയാണ് നമ്മൾ ഈ പൂക്കളെ കൊണ്ടുവരുന്നത്. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അത് വലിയ വിലയും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് പൈസ ധാരാളം പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഈ പൂക്കൃഷിയെക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സംയുക്തമായി ആലോചിക്കുകയും അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. കൃഷി ഓഫീസർ ജൂലി, മൊയ്തു അഞ്ചൽ, CDS ചെയർപേഴ്സൺ സിന്ധു അനി, CDS വൈസ് ചെയർപേഴ്സൺ രാധിക, ലിജി, രാഗി, നസീമ താജ്, സലീന അഷ്റഫ്, രജനി രഞ്ജൻ, ജിഷ, ജലീല എന്നിവർ പങ്കെടുത്തു. ഓണത്തിന് അത്തമിടാൻ നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൂക്കൃഷി നടത്തുകയാണ്. നമുക്കറിയാം, തമിഴ്നാട്ടിൽ നിന്നാണ് സാധാരണ കാലഘട്ടങ്ങളിൽ ഈ അത്തപ്പൂ ഇടാൻ വേണ്ടി പൂക്കൾ ശേഖരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കുടുംബശ്രീകൾ തന്നെ നമ്മുടെ കൃഷി വകുപ്പിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ സഹകരണത്തോടുകൂടി പൂക്കൃഷി നടന്നതിന്റെ ഒരു ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആശ്രയിക്കാതെ നമുക്ക് സ്വന്തം കൃഷിയിലൂടെ ലഭിക്കുന്ന പൂക്കൾ കൊണ്ട് അത്തമിടാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലഹരി വിരുദ്ധ ദിനത്തിൽ സുംബ ഡാൻസും ഫ്ലാഷ് മോബും സംഘടിപ്പിച്ചു. കൊല്ലം പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. രാജ്യാന്തര ലഹരി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പട്ടത്താനം വിമല ഹൃദയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൂംബയും ഫ്ലാഷ് മോബും സ്കിറ്റും സംഘടിപ്പിച്ചത്. ബോധവൽക്കരണ പരിപാടികളുടെ ഉദ്ഘാടനം പ്രഥമാധ്യാപിക സിസ്റ്റർ ഫ്രാൻസിനി മേരി നിർവഹിച്ചു. ലഹരി വിരുദ്ധ ദിനം വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കൂളിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. കാരണം ജീവിതത്തെ അപകടത്തിലാക്കുന്ന ലഹരി വസ്തുക്കൾ മാറ്റിവെച്ച് ജീവിതം തന്നെ ഒരു ലഹരിയാക്കണം എന്നുള്ള വലിയൊരു സന്ദേശം കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പതിയണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദിവസം ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഞങ്ങൾ ആഘോഷിക്കുന്നത്. സോഷ്യൽ സയൻസ് കൺവീനർ മേരി ഹെലൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി പ്രഥമാധ്യാപിക ആനി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. വിദ്യാർത്ഥിനി ദേവനന്ദ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമേറിയ വിഷയം തന്നെയാണ് ലഹരി എന്നത്. ലഹരിയുടെ ഉള്ള അടിമത്തം കൂടി നിൽക്കുന്ന ഒരു യുവതലമുറയാണ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികളെ ലഹരിയിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയാണ് 1989 മുതൽ ജൂൺ 26 നാം ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. സത്യത്തിൽ എന്താണ് ലഹരി? വായന ലഹരിയാണ്, പാട്ട് പാടുന്നത് ലഹരിയാണ്, പാട്ട് കേൾക്കുന്നത് ലഹരിയാണ്. പക്ഷേ മദ്യം, MDMA എന്നിങ്ങനെ ഒട്ടേറെ ലഹരി വസ്തുക്കളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ലഹരിക്ക് ഒരു മനുഷ്യനെ, അവൻ്റെ ബുദ്ധിയെ, അവൻ്റെ ശക്തിയെ, എന്തിനേറെ അവനെ തന്നെ, അവൻ്റെ ചുറ്റുമുള്ള സമൂഹത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് നാം മനസ്സിലാക്കുക. സെന്റ് ജോസഫിൻ ജോർജ് സൂംബ ഫിറ്റ്നസ് ഡെമോൺസ്ട്രേഷന് നേതൃത്വം നൽകി.
ബിജു പി തോമസ്, ഷിജിൻ, ഷെറിൻ റൊസാരിയോ, സിസ്റ്റർ ജിൽജിയ എന്നിവർ ബോധവൽക്കരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബിഷപ്പ് ജെറോം നഗർ, RK വെഡ്ഡിംഗ് മാൾ, വിമലഹൃദയ ഇംഗ്ലീഷ് മീഡിയം LPS, ബാലികാമറിയം LPS എന്നിവിടങ്ങളിലും ഫ്ലാഷ് മോബും സുംബയും സ്കിറ്റും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളിയിൽ പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തു. ക്ഷയരോഗികൾക്ക് തുടർച്ചയായി 6 മാസം പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായാണ് പോഷകാഹാര കിറ്റുകൾ വിതരണം ചെയ്തത്. ക്ഷയരോഗികൾക്ക് 6 മാസം തുടർച്ചയായി പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായുള്ള 3ാം ഗഡു വിതരണമാണ് നടത്തിയത്. CR മഹേഷ് MLA പോഷകാഹാര കിറ്റുകളുടെ വിതരണം നിർവഹിച്ചു. തഹസീൽദാർ R സുശീല മുഖ്യപ്രഭാഷണം നടത്തി. D സുമംഗല അധ്യക്ഷത വഹിച്ചു. കോടിയാട്ട് രാമചന്ദ്രൻ പിള്ള, NS അജയകുമാർ, ഡോക്ടർ P മീന, പ്രൊഫസർ ഡോക്ടർ KG മോഹൻ, നാസർ പോച്ചയിൽ, G സുന്ദരേശൻ, സുജ P, സജീവ് മാമ്പറ, മഹേഷ് എന്നിവർ പങ്കെടുത്തു. പുതുതായി ചുമതലയേറ്റ തഹസീൽദാർ R സുശീലയെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ജീവിതത്തിന്റെ ഇരുണ്ട വഴികളിലൂടെയാണ് അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ യാത്ര. രോഗിയായ ഭർത്താവും നിർമ്മാണം പൂർത്തിയാകാതെ പാതി വഴിയിലായ വീടും ഇവരെ വിഷമവൃത്തത്തിലാക്കുകയാണ്. വാടക വീട്ടിൽ കഴിയുന്ന ഇവരുടെ ഏക വരുമാനം സ്വകാര്യ സ്ഥാപനത്തിൽ മകൾ ജോലി ചെയ്ത് ലഭിക്കുന്ന ശമ്പളം മാത്രമാണ്. വീടിന്റെ വാടകയും മരുന്നുകളും ചെലവുമെല്ലാം ഒരാളുടെ ചെറിയ വരുമാനത്തിൽ നടത്തേണ്ടി വരുന്നതിന്റെ വിഷമവും ഏറെയാണ്. രോഗം വന്ന് ഞങ്ങൾ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ്. എനിക്ക് 2 പെൺപിള്ളേരാണുള്ളത്. 2 പേരെ അയച്ചു. ഒരെണ്ണത്തിൻ്റെ ജീവിതം ആകപ്പാടെ കഷ്ടത്തിലാണ്. 2 കുട്ടികളും ഉണ്ട്. എൻ്റെ ഭർത്താവിനാണെങ്കിൽ സുഖമില്ല. വാൾവ് മാറ്റി വെച്ചേ പറ്റത്തുള്ളൂ. അപ്പോഴദ്ദേഹത്തിനെയും കൊണ്ട് ഞാൻ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങുവാണ്. അപ്പോഴെനിക്ക് ഈ വീട് നിങ്ങളെല്ലാവരും കൂടി അത് ഒരു തന്മനസ്സുത്ത കാണിച്ച് ഞങ്ങൾക്കതിൽ കയറി കിടക്കാനുള്ളൊരിത് നിങ്ങളുടെ മനസ്സലിഞ്ഞ് നിങ്ങളത് ചെയ്താൽ എനിക്കത് പുണ്യമായിട്ട് ഞാൻ കരുതും. അഞ്ചൽ പനയഞ്ചേരി സ്വദേശിനി ഓമനയുടെ ഭർത്താവ് കൃഷ്ണൻകുട്ടിക്ക് കൂലിപ്പണിയായിരുന്നു. വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി നടത്തേണ്ട സാഹചര്യത്തിലാണ് ഇദ്ദേഹം. ഇവരുടെ പേരിൽ ആകെ ഉണ്ടായിരുന്ന 5 സെന്റ് വസ്തുവും വീടും 10 വർഷങ്ങൾക്ക് മുമ്പ് 2 പെൺമക്കളുടെ വിവാഹത്തിനായി വിറ്റു. പിന്നീട് ഇവർ വാടകയ്ക്കാണ് കഴിയുന്നത്. മൂത്ത മകളുടെ വിവാഹ ജീവിതം പരാജയപ്പെട്ടതോടെ മകളും 2 കൊച്ചുമക്കളും ഇവർക്കൊപ്പമാണ് കഴിയുന്നത്. മൂത്ത മകൾ അഞ്ചലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിൽ ജോലിക്ക് പോകുന്ന വരുമാനം മാത്രമാണ് ഇവർക്കുള്ളത്. ഇന്ന് ഞങ്ങൾ 10 വർഷം കൊണ്ട് വാടകയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത്. വാടക കൊടുത്തൊരു കുഞ്ഞിൻ്റെ വരുമാനം കൊണ്ടാണ് കഴിഞ്ഞു പോകുന്നത്. അത് ഭർത്താവിന് മരുന്നിനും തൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും എല്ലാം എൻ്റെ ഒരു കുഞ്ഞാണ് എനിക്കുള്ളത്. വേറെ ആരുടെയും വേറെ ഒരു സഹായം നമുക്കില്ല. മറ്റ് നാട്ടുകാരെ കൊണ്ടുള്ള സഹായം നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അവർ നമ്മളെ സഹായിക്കുന്നുമുണ്ട്. കുഞ്ഞുങ്ങൾ നമ്മൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ മനസ്സിൻ്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ആ അലിവ് തോന്നി ആ വീടൊന്നും ആ പണി തീർത്ത് തന്നാൽ ഞങ്ങൾ സന്തോഷമായിട്ട് ആ വീടിനകത്ത് കയറി എൻ്റെ പാവപ്പെട്ട മനുഷ്യനെയും കൊണ്ട് അതിനകത്ത് കയറി ജീവിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മൂത്ത മകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ഏരൂർ നടുക്കുന്നുപുറത്ത് 3 സെന്റ് സ്ഥലവും വീട് വെക്കാൻ സഹായവും നൽകിയിരുന്നു. എന്നാൽ വീടിന്റെ നിർമ്മാണം പാതി വഴിയിൽ നിന്നതോടെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം ഇവർക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കുക എന്നതും ഓമനയുടെ ഭർത്താവിൻ്റെ ചികിത്സയും ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മൂത്ത മകളുടെ വരുമാനം കൊണ്ട് കുടുംബത്തിന് കഴിഞ്ഞുകൂടുക ഏറെ പ്രയാസകരവുമാണ്. എനിക്ക് വാടക കൊടുക്കാൻ നിവർത്തിയില്ല. 10,000-4,000 രൂപ മാസം തോറും വാടക കൊടുക്കുക. ഒരു കൊച്ചിറങ്ങിപ്പോയി കൊണ്ടുവരുന്നതാണ്. അത് കൊണ്ടുവന്ന് വീട്ടിലെ കാര്യം നോക്കണം. തന്തയുടെ മരുന്ന് ഇതെല്ലാം കൂടെ ആകുമ്പം അതിൻ്റെ ജീവിതം അത്ര ഇതിലല്ല. അതുകൊണ്ട് ഈ വീട് എല്ലാവരും കൂടെ കൂടി നിങ്ങളെല്ലാവരും കൂടെ മനസ്സ് വെച്ച് ഈ ഒരു സഹായം എന്നെ ഒന്ന് സഹായിച്ചാൽ
ഞങ്ങൾക്ക് അതിനകത്ത് കയറി ചുരുണ്ട് കിടക്കാനുള്ളൊരു ഇത് നിങ്ങൾ കാണിച്ചാൽ ഞങ്ങൾക്ക് അത്രയും നല്ല. ഇതുകൊണ്ട് തന്നെ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് കുടുംബം. മുടങ്ങിക്കിടക്കുന്ന വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നതാണ് ഇവരുടെ പ്രധാന സ്വപ്നങ്ങളിലൊന്ന്. ഒപ്പം കൃഷ്ണൻകുട്ടിയുടെ ചികിത്സയ്ക്കുള്ള ചെലവും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനാൽ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ദേശീയപാതയ്ക്കരികിൽ കൂറ്റൻ മരം കടപുഴകി വീണു. തെന്മല ഉറുക്കുന്നിലാണ് സംഭവം. KSRTC ബസും യാത്രക്കാരും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. കൊല്ലം തിരുമംഗലം ദേശീയപാതയ്ക്കരികിൽ തെന്മല ഉറുകുന്നിലാണ് ദേശീയപാതയ്ക്കരികിൽ കൂറ്റൻ മരം കടപുഴകിയത്. ഈ സമയം ഇതുവഴി കടന്നുപോയ KSRTC ബസും യാത്രക്കാരും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. വലിയ ആഞ്ഞിലിമരം കടപുഴകി സമീപത്തെ വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. മരം മറുവശത്തേക്ക് വീണതിനാലാണ് ബസ്സിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തെന്മല. അഞ്ചലിൽ CPI യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. മാനവികതയുടെ ശബ്ദം ഉയരട്ടെ, ഒന്നിച്ച് കൈകോർക്കാം യുദ്ധത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് CPI അഞ്ചൽ മണ്ഡലം കമ്മിറ്റി യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. അഞ്ചൽ ഗോകുലം ടവർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി അഞ്ചൽ ചന്തമുക്കിൽ സമാപിച്ചു. തുടർന്ന് നടത്തിയ യോഗം CPI ജില്ലാ കൗൺസിൽ അംഗം ലിജു ജമാൽ ഉദ്ഘാടനം ചെയ്തു. നിരപരാധികളായ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവിതവും സ്വപ്നങ്ങളും ഇല്ലാതാക്കുന്ന യുദ്ധം നാശത്തിനും തകർച്ചയ്ക്കും വഴിയൊരുക്കുമ്പോൾ സമാധാനമെന്നതും മുന്നേറിയ സമൂഹത്തിന്റെ അടിത്തറയാകണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വേണ്ടി ക്യൂവിൽ നിന്ന് കുഞ്ഞുങ്ങളടക്കമുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നിരപരാധികളെയാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ചു കൊന്നത്. അവർ പറഞ്ഞത് വഴിതെറ്റിച്ചു എന്നതാണ് കാരണമായി പറഞ്ഞത്. ഇങ്ങനെ മനുഷ്യത്വരഹിതമായ ആക്രമണമാണ് ഇസ്രായേൽ ഇപ്പോഴും അവിടെ ഗാസ മുനമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S. സന്തോഷ്, CS ജയപ്രസാദ്, C. ഹരി, K. അനിമോൻ, PR ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ഇന്ന് സംസ്ഥാന വ്യാപകമായി യുദ്ധത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, ലോകത്തെ സമാധാനം തകർക്കത്തക്ക തരത്തിൽ അമേരിക്കയുടെ ഒത്താശയോടുകൂടി ഇസ്രായേൽ ആരംഭിച്ചിട്ടുള്ള യുദ്ധം ഇന്ന് പാലസ്തീനിൽ മാത്രമല്ല അറബ് രാജ്യങ്ങളിൽ ആകമാനം വ്യാപിപ്പിക്കത്തക്ക തരത്തിൽ അത് മാറിയിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തെ മുഴുവൻ സമാധാനം തകർക്കത്തക്ക തരത്തിൽ ആ യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു വരികയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിലാണ് ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. രാജ്യാന്തര ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായാണ് പെരിനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചത്. പ്രഥമാധ്യാപിക ഉഷാകുമാരി ലഹരി വിരുദ്ധ സന്ദേശം നൽകി. നമ്മൾ എല്ലാ വർഷവും ഇതേ ദിവസം നമ്മൾ ആചരിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുവരുന്ന അവസ്ഥ എന്താണ്? ഓരോ വർഷം കഴിയുന്തോറും ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണവും അതുപോലെ ലഹരി ഉപയോഗിച്ചത് മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ എണ്ണവും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ നമ്മൾ കണ്ടു, 21 വയസ്സുള്ളൊരു പയ്യൻ സ്വന്തം അമ്മയും അമ്മയുടെ അമ്മ അതുപോലെ ഒന്ന് വായിച്ചു കാണുമല്ലോ, പത്രത്തിൽ വായിച്ചു കാണും, വളരെ ക്രൂരമായ രീതിയിൽ വകവരുത്തിയ കാര്യം. അപ്പോൾ അത് അവൻ ലഹരിക്ക് അടിമയായിരുന്നു. അപ്പോൾ ലഹരി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആദ്യം ഇതൊരു രസമായിട്ടൊക്കെ തുടങ്ങും. പക്ഷേ ഇത് പിന്നീട് നമുക്ക് പോലും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അധ്യാപിക സുനി വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയെക്കുറിച്ച് പ്രഭാഷണം നടത്തി. SMC ചെയർമാൻ സുനിൽകുമാർ, അധ്യാപകരായ ബീന, രാഖി RS നായർ, രജനി, ഉപാസന തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. കുടുംബത്തെയും
തുടർന്ന് സുംബ ഡാൻസും നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സായാഹ്ന ഭക്ഷണമൊരുക്കി പന്മനമനയിൽ ശ്രീ ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. 5 മുതൽ 10 വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കാണ് സായാഹ്ന ഭക്ഷണം നൽകുന്നത്. 900ഓളം വിദ്യാർത്ഥികൾക്കാണ് പന്മന ബാലഭട്ടാരകവിലാസം സംസ്കൃത ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സായാഹ്ന ഭക്ഷണം നൽകുന്നത്. സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയാണ് പദ്ധതി നടപ്പാക്കിയത്. തുടർച്ചയായി 3-ാം വർഷമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ ഇത്തരത്തിൽ ഭക്ഷണം നൽകുന്നത്. സംസ്ഥാനത്ത് ആദ്യമായി ആവിഷ്കരിച്ച പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പിന്റെയും മന്ത്രിയുടെയും പ്രത്യേക അഭിനന്ദനവും ലഭിച്ചിരുന്നു. സായാഹ്ന ഭക്ഷണ വിതരണത്തിന്റെ ഉദ്ഘാടനം ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA നിർവഹിച്ചു. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവിടുത്തെ PTA SMCയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിൽ നടന്നു വരികയാണ്. മിഡ് ഡേ മീൽ സ്കീമിന് അതിനുപരിയായിട്ടുണ്ട് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ആഴ്ചയിൽ 3 ദിവസം ഒരു സായാഹ്ന ആഹാരവും നൽകുന്നുണ്ട്. അത് വളരെ മാതൃകാപരമായിട്ട് തന്നെ ആവിയിൽ പുഴുങ്ങിയ ഏറ്റവും ആരോഗ്യപ്രദമായിട്ടുള്ള നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള പലഹാരങ്ങളാണ് കുട്ടികൾക്ക് നൽകുന്നത്. അപ്പോൾ പരമ്പരാഗതമായിട്ടുള്ള ആ രുചിക്കൂട്ടുകൾ അവരുടെ നാവിൻ തുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടിയുണ്ട്. ചുക്ക് കാപ്പിയും അതുപോലെ ഈ പറഞ്ഞ ലഘുഭക്ഷണവും വൈകിട്ട് കൊടുക്കുന്നു. ഇതിനോടൊപ്പം തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു പ്രമേഹ ബോധവൽക്കരണം കൂടെ നടക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ കുട്ടികളിൽ പ്രമേഹം വരാതിരിക്കുക അല്ലെങ്കിൽ മുതിരിപ്പം ആഹാര രീതി കൊണ്ട് പ്രമേഹം വരാതിരിക്കുവാൻ വേണ്ടി ഏതൊക്കെ ഒഴിവാക്കണം എന്നൊരു ബോർഡും കൂടെ ഇവിടെ ഉണ്ട്. അതിനകത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ അതുപോലെ ജങ്ക് ഫുഡ്സുകൾ ഇങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പൊതു ബോധവൽക്കരണവും കൂടി ഈ സായാഹ്ന ഭക്ഷണ പരിപാടിയുടെ കൂടത്തിന് നടപ്പാക്കുകയാണ്. PTA പ്രസിഡന്റ് M. അജി അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ നോൺ-മീൽ ഓഫീസർ K. ഗോപകുമാർ, നോൺ-മീൽ കോർഡിനേറ്റർ വിളയിൽ ഹരികുമാർ, പ്രഥമാധ്യാപകരായ R. ഗംഗാദേവി, ബിന്ദു, PTA വൈസ് പ്രസിഡന്റ് അനന്ത്കുമാർ, സിദ്ദിഖ്, അബ്ദുൽ സലീം, ഷൈൻകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിലെ പ്രമേഹം തടയുന്നതിനായി ഷുഗർ ബോർഡിന്റെ അനാവരണം ജില്ലാ പഞ്ചായത്ത് അംഗം CP സുധീഷ് കുമാറും നിർവഹിച്ചു. ഇത് മറ്റ് പല സ്കൂളിലും കാണാത്ത ഒരു പദ്ധതിയാണ്. കാരണം നമ്മുടെ അധ്യാപകരും മറ്റ് ബഹുമാന്യരുടെയും സഹായം കൊണ്ട് മാത്രം നടക്കുന്ന പ്രഭാത സായാഹ്ന ഭക്ഷണ പദ്ധതിയും പന്മന മനയിൽ സ്കൂളിലുണ്ട്. ഇന്ന് ഈ വർഷത്തെ സായാഹ്ന ഭക്ഷണ പദ്ധതി ഇവിടെ ആരംഭിക്കുകയാണ്. രുചികരമായ ഭക്ഷണം, ആരോഗ്യദായകമായ ഭക്ഷണം, അത് ആധുനികമായ തരത്തിൽ കുട്ടികൾക്ക് എത്തിക്കുക എന്നുള്ളൊരു സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുവേണ്ടി പരിശ്രമിക്കുന്ന അധ്യാപക സുഹൃത്തുക്കളുണ്ട്, അതിനെ സ്പോൺസർ ചെയ്യുന്ന ബഹുമാന്യരുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് ഈ പദ്ധതി അനശ്യൂതമായി ഒരു മുടക്കവും വരുത്താതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ബോധവൽക്കരണമുണ്ട്. അത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരികയാണ്, ഷുഗർ അടക്കമുള്ളത്. അപ്പോൾ അതെന്താണ് അതിനുള്ള കാരണമെന്ന് ഇവിടെ ഈ ചൂണ്ടുപലകയിൽ കാണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി KSRTCയിൽ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. MLA ഫണ്ട് വിനിയോഗിച്ച് യൂണിറ്റിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കി. 7,24,000 രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. CR മഹേഷ് MLAയുടെ പ്രത്യേക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് KSRTCയുടെ കരുനാഗപ്പള്ളി യൂണിറ്റിൽ സമ്പൂർണ്ണ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കിയത്. യൂണിറ്റ് ഓഫീസായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് MLA ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒക്കെ പരിപൂർണമായും സൗജന്യമാക്കുകയും കാലത്തിനനുസരിച്ച് നവീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന സർക്കാർ ഈ ഗതാഗത മേഖലയും പൊതുഗതാഗത സമ്പ്രദായം കൂടി പൂർണ്ണമായും സൗജന്യമാക്കുമ്പോൾ പിന്നെ നഷ്ടമില്ലാവും. വിദ്യാഭ്യാസ വകുപ്പിൽ ആരെങ്കിലും നഷ്ടം നോക്കാറുണ്ട്, ആരോഗ്യ വകുപ്പിൽ ആരെങ്കിലും നഷ്ടം നോക്കാറുണ്ടോ? ഇല്ലല്ലോ. കോടികളല്ലേ ചിലവാക്കുന്നത് ഓരോ വർഷവും ബഡ്ജറ്റ്. അപ്പോൾ ഇതും അങ്ങനെയുള്ള ഒരു മേഖലയാക്കി മാറ്റണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് പലരുടെയും മന്ത്രിയുടെ ഉൾപ്പെടെയുള്ള പലരുടെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്ക് കാലത്തിനനുസരിച്ച് ഇവിടെ 7,24,000 രൂപ നഗരസഭയുടെയും KSRTCയുടെയും യൂണിയൻ പ്രതിനിധികളുടെയും എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് നമ്മൾ അനുവദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടും ശോച്യാവസ്ഥയുമാണ്. പിന്നെ നാഷണൽ ഹൈവേയുടെ പണി പൂർണ്ണമായും പൂർത്തീകരിച്ചതിന് ശേഷം നമുക്കൊരു വെയിറ്റിംഗ് ഷെഡ് ഉൾപ്പെടെ നമുക്കതിൻ്റെ ലക്ഷണം
മാറ്റിയെടുക്കണം. അതിന് എംപിയുടെ കെ.സി. വേണുഗോപാൽ എംപിയുടെ സഹായം, നഗരസഭയുടെ സഹായം, സംസ്ഥാന സർക്കാരിൻ്റെ സഹായം, ഗതാഗത വകുപ്പിൻ്റെ സഹായം ഒക്കെ നമുക്ക് നേടിയെടുക്കണം. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. വികസനം 7,27,000 രൂപ ഉപയോഗിച്ച് ഈ ഓഫീസ് തുടങ്ങിയാണ്. ഇത് പൊതുജനങ്ങൾക്കും നമ്മുടെ ഓഫീസിലെ ജീവനക്കാർക്കും വളരെയേറെ ഗുണകരമായ കാര്യം തന്നെയായിരിക്കും. അതുപോലെ തന്നെ നെറ്റിയ പറഞ്ഞ പോലെ കഷ്ടത്തിലും ഓടിക്കൊണ്ടിരുന്ന KSRTC ഇപ്പോൾ ഒരുവിധം കയറി ഇപ്പം ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങിയതാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഷിയാമൊക്കെ ഇപ്പം പറയുന്നത്. എൻ്റെ ഷിയാമൊക്കെയാണെന്ന് ഞങ്ങളെയൊക്കെ പൊതുപ്രവർത്തകരെയൊക്കെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം വലിയ കുഴപ്പമില്ലാതെ പോകുന്നത്. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അബ്ദുൽ നിഷാരിയെ സ്വാഗതം പറഞ്ഞു. കൗൺസിലർ അഷിത എസ് ആനന്ദ, ബൈജു കെ, സഹീദ് എസ്, ബിജു സി, അബ്ദുൽ വഹാബ്, രാജീവനൻ, ജിജീഷ് എം, ബിജു PM, പന്മന മഞ്ചേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. കരുനാഗപ്പള്ളി കോഴിക്കോട് കയർ വ്യവസായ സഹകരണ സംഘം പുനർപ്രവർത്തനം തുടങ്ങി. മിനി ചകിരിത്താറ്റ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനവും നടന്നു. പരമ്പരാഗത വ്യവസായമായ കയർ വ്യവസായത്തെ പുനരുജ്ജീവിപ്പിക്കാൻ നടപടി വേണമെന്ന് CR മഹേഷ് MLA ആവശ്യപ്പെട്ടു. കരുനാഗപ്പള്ളി കോഴിക്കോട് കയർ വ്യവസായ സഹകരണ സംഘത്തിന്റെ പുനർപ്രവർത്തന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു MLA. സംഘത്തിൽ പുതുതായി സ്ഥാപിച്ച മിനി ചകിരിത്താറ്റ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് നിർവഹിച്ചു. കയർ സംഘം പ്രസിഡന്റ് മുനമ്പത്ത് ശിഹാബ് അധ്യക്ഷത വഹിച്ചു. കയർ ഇൻസ്പെക്ടർ പ്രതിഭ മുഖ്യപ്രഭാഷണം നടത്തി. കയർ വകുപ്പ് ഫീൽഡ് അസിസ്റ്റന്റ് സിദ്ധൻ, ഭരണസമിതി അംഗങ്ങളായ P. രാജമ്മ, സുരേഷ്, ബിന്ദു, പൊതുപ്രവർത്തകരായ പനക്കുളങ്ങര സുരേഷ്, N. സുഭാഷ് ബോസ്, PV ബാബു, KG ശിവാനന്ദൻ, തൊഴിലാളികളായ രമ, വസുമതി, ശാന്തകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓടയിൽ കാൽ കുടുങ്ങി കരുനാഗപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആലങ്കടവ് സ്വദേശി സജീവനാണ് പരിക്കേറ്റത്. ആലപ്പുഴ ആര്യാട്ടായിരുന്നു സംഭവം. ഓണത്തിന് പൂക്കളമൊരുക്കാൻ പൂക്കൃഷിക്ക് തുടക്കം. അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിലെ മഹാത്മാ കുടുംബശ്രീയാണ് പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. അത്തത്തിന് പൂക്കൾ വിപണിയിൽ എത്തിക്കാനാണ് ശ്രമം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു. ക്ഷയരോഗികൾക്ക് തുടർച്ചയായി 6 മാസം പോഷകാഹാരം നൽകുന്നതിന്റെ ഭാഗമായാണ് കിറ്റുകൾ വിതരണം ചെയ്തത്. കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കിറ്റ് വിതരണം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.